എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ജാവ ഡേറ്റ ടൈപ്സിനെ കുറിച്ചാണ്. ഈ ഡോക്യുമെന്റിലെ പോയിന്റ്സ് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് പോയിന്റ്, എ വേരിയബിൾ ഇൻ ജാവ മസ്റ്റ് ബി ഓഫ് സ്പെസിഫൈഡ് ഡേറ്റ ടൈപ്പ്. അതായത് ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ അതിന്റെ ഡേറ്റ ടൈപ്പ് കൂടെ ഡിഫൈൻ ചെയ്യുന്നതായിട്ടുണ്ട്. ഒരു ഇൻറ്റീജർ വേരിയബിൾ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത ഇന്റ് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ സെമിക്കോളൻ, അങ്ങനെ അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്റ് എന്നുള്ളത് ഡേറ്റ ടൈപ്പ് ആണ്. അപ്പോൾ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഡേറ്റ ടൈപ്പും കൂടെ ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ അടുത്ത പോയിന്റ് എന്താ നോക്കാം. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്ന ഡേറ്റ ടൈപ്സ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ്. ഒന്ന് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ്, രണ്ടാമത് നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ്. ഇത് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിനകത്തുള്ളത് ബൈറ്റ്, ഷോർട്ട്, ഇന്റ്, ലോങ്, ഫ്ലോട്ട്, ഡബിൾ, ബൂളിയൻ, ചാർ. നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിനകത്ത് ഉള്ളത് സ്ട്രിങ്, അറേസ്, ക്ലാസ്സസ്. ഇനി പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സിലെ ബൈറ്റ്, ഷോർട്ട്, ഇന്റ്, ലോങ്, ഫ്ലോട്ട്, ഡബിൾ, ഫസ്റ്റ് 6 ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ ഡേറ്റ ടൈപ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ പിന്നെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ പ്രിമിറ്റീവ് നമ്പർ ടൈപ്സിന് ഈ ബൈറ്റ്, ഷോർട്ട്, ഇന്റ്, ലോങ്, ഫ്ലോട്ട്, ഡബിൾ, ഈ 6 ടൈപ്സിനെ പിന്നെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ടൈപ്പ് ആണ്. അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ബൈറ്റ്, ഷോർട്ട്, ഇന്റ്, ലോങ്. പിന്നീടുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്സ് ആണ്. അതായത് ഡെസിമൽ പോയിന്റ്സ് ഉള്ള വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഫ്ലോട്ട്, ഡബിൾ. ഫ്ലോട്ടും ഡബിളും വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഡബിൾ ആണ്. ഡബിളിനെ സംബന്ധിച്ചിടത്തോളം ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ ഒരു 15 ഡെസിമൽ പ്ലേസസ് വരെ കറക്റ്റായിട്ട് വാല്യൂസ് കാണിക്കും. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഡബിൾ ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി ഓരോ ഡേറ്റ ടൈപ്പും സ്റ്റോർ ചെയ്യുന്ന വാല്യൂസിന്റെ റേഞ്ച് നമുക്ക് നോക്കാം. ബൈറ്റ് ടൈപ്പ് സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് -128 to 127 വരെയാണ്. ഷോർട്ട് ഡേറ്റ ടൈപ്പ് -3 to 768 തൊട്ട് 3 to 767. അപ്പോൾ ഇതിന്റെ വെളിയിലുള്ള ഒരു വാല്യൂ ഈ ഡേറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് അത് റൺ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഉറപ്പായിട്ട് എക്സെപ്ഷൻ കാണിക്കും. അടുത്ത് ഇൻറ്റീജർ ടൈപ്പ് ആണ്. അത് ഓൾറെഡി വേരിയബിൾസിന്റെ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. അടുത്ത ലോങ്. ലോങ് ഡേറ്റ ടൈപ്പിന് ഇത്രയും വലിയൊരു നമ്പറിന്റെ റേഞ്ച് ആണ്. അപ്പോൾ ഈ റേഞ്ചിന് വെളിയിലുള്ള നമ്പേഴ്സ്, വോൾ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അടുത്തത് ഫ്ലോട്ട്. ഇതും വേരിയബിൾസിന്റെ വീഡിയോ കാണിച്ചതാണ്. പിന്നീട് ക്യാർ, അതും കാണിച്ചായിരുന്നു. ബൂളിയും കാണിച്ചിരുന്നു. പിന്നെ ഡബിൾ ആണ് കാണിക്കാനുള്ളത്. അത് ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ എല്ലാ എക്സാമ്പിൾസും ഈ വീഡിയോ ഡെമോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഈ നെക്സ്റ്റ് പോയിന്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ്. അതായത് പ്രിമിറ്റീവും നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് തമ്മിലുള്ള ഡിഫറൻസുകളുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, പ്രിമിറ്റീവ് ടൈപ്സ് ആർ പ്രീ ഡിഫൈൻഡ്, already defined in Java. Non-primitive types are created by the programmer and is not defined by Java except for string. അതായത് പ്രിമിറ്റീവ് ടൈപ്സ് ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ജാവയിൽ. പക്ഷെ നോൺ പ്രിമിറ്റീവിന്റെ കേസ് സ്ട്രിങ് ഒഴിച്ച് ബാക്കി ടൈപ്സ് പ്രോഗ്രാമർ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത, നോൺ പ്രിമിറ്റീവ് ടൈപ്സ് ക്യാൻ ബി യൂസ് ടു കോൾ മെത്തേഡ്സ് ടു പെർഫോം സർട്ടൻ ഓപ്പറേഷൻസ് വൈൽ പ്രിമിറ്റീവ് ടൈപ്സ് കനോട്ട്. നോൺ പ്രിമിറ്റീവ് ടൈപ്സ് വെച്ച് നമുക്ക് മെത്തേഡ്സ് കോൾ ചെയ്യാനും സർട്ടൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും പറ്റും. പക്ഷേ പ്രിമിറ്റീവിന്റെ കേസ് അത് സാധ്യമല്ല. അടുത്ത പോയിന്റ്, പ്രിമിറ്റീവ് ടൈപ്പ് ഹാസ് ഓൾവേസ് എ വാല്യൂ വൈ നോൺ പ്രിമിറ്റീവ് ടൈപ്സ് ക്യാൻ ബി നൾ. പ്രിമിറ്റീവ് ടൈപ്പിന് എപ്പോഴും ഒരു വാല്യൂ കാണും, പക്ഷെ നോൺ പ്രിമിറ്റീവ് ടൈപ്പിന് നള്ളും ആകാം. അടുത്ത പോയിന്റ്, ദ സൈസ് ഓഫ് എ പ്രിമിറ്റീവ് ടൈപ്പ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡേറ്റ ടൈപ്പ് വൈ നോൺ പ്രിമിറ്റീവ് ടൈപ്സ് ഹാവ് ഓൾ ദ സെയിം സൈസ്. അതായത് പ്രിമിറ്റീവ് ടൈപ്പ് സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ നോൺ പ്രിമിറ്റീവ് ടൈപ്സിന് എല്ലാത്തിനും സെയിം സൈസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഡെമോ നോക്കാം. ഞാൻ എക്ലിപ്സ് ഐഡി ഓപ്പൺ ചെയ്ത് ഒരു പുതിയ ക്ലാസ് ഈ പാക്കേജിനകത്ത് ക്രിയേറ്റ് ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന പാക്കേജ്, അതിനുശേഷം ന്യൂ ക്ലാസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ക്ലാസിന്റെ പേരായിട്ട് ഡേറ്റ ടൈപ്സ് ഞാൻ കൊടുക്കുവാണ്. മെയിൻ മെത്തേഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ആ എക്സാമ്പിൾ ഇവിടെ ഡയറക്റ്റ് കോപ്പി ചെയ്യാം. എന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇവിടെ തൊട്ടാണ് എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു ഇൻഫോയാണ്, കോഡിന്റെ പാർട്ടായിട്ടുള്ളതല്ല. അങ്ങനെ കോഡിന്റെ പാർട്ടായിട്ട് അല്ലാതെ ആഡ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഞാൻ റിമൂവ് ചെയ്യുവാണ്.
ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബൈറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇൻറ്റ്, ലോങ്, ഫ്ലോട്ട്, ക്യാർ, ബൂളിയൻ, ഡബിൾ, ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് കവർ ചെയ്തിട്ടില്ല. സ്ട്രിങ് വേരിയബിൾസ് എന്നുള്ള ഈ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ കാണിച്ചിരുന്നു. അപ്പം ആ വീഡിയോ എല്ലാം റെഫർ ചെയ്യുക. അപ്പോൾ ഈ 8 പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് ആണ് ഞാനിവിടെ ഈ ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ക്ലാസ് ഫയൽ റൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ ക്ലാസ് ഫയലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റണ്ണസ് ജാവ ആപ്ലിക്കേഷൻ. ഓക്കെ, എല്ലാം കറക്റ്റായിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഡേറ്റ ടൈപ്സ് എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.